കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ കത്തി കൊണ്ട് കുത്താൻ ചിക്കിങ്ങിലെ മാനേജർ ശ്രമിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക്. MG റോഡിലുള്ള ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റാണ് ഈ സംഭവം. മാനേജർ ജോഷുവയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാണ്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഞാൻ ഇപ്പോഴെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് സഹിന ആന്റണി വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹിന, എന്താ സഹിന അവിടെ സംഭവിച്ചേ? സേതു, ഈ ചിക്കൻ സാൻഡ്വിച്ചിൽ കുറഞ്ഞു പോയതാണ് ഈ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത്. +1 വിദ്യാർത്ഥികളായിരുന്നു. അവർ സ്വാഭാവികമായി ഇത്തരം അറിയാമല്ലോ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സാൻഡ്വിച്ചൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് അറിയാം ഇപ്പോൾ ചിക്കൻ്റെ ഒരു അളവും അതിൽ കൊടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിയും എല്ലാം വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം. അവർ ചോദ്യം ചെയ്യും. അതിലൊരു തെറ്റും പറയാൻ കഴിയുകയില്ല. കൊടുക്കുന്ന പണത്തിന് തുല്യമായ പ്രതിഫലം അല്ലെങ്കിൽ സാധനം ലഭിക്കണമല്ലോ. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. എന്തായാലും കൊച്ചി MG റോഡിലെ ചിക്കിങ്ങിൻ്റെ മാനേജർക്ക് അത് അത്ര കണ്ടങ്ങോട്ട് പിടിച്ചില്ല. ചിക്കിങ്ങിൻ്റെ മാനേജർ ഒരു കത്തി എടുത്താണ് തൻ്റെ കസ്റ്റമറെ കുത്താൻ പോയത്. കസ്റ്റമർ ഈസ് ഗോഡ് എന്നൊക്കെയാണ് പറയുന്നത്. കസ്റ്റമർ ദൈവമാണെന്നൊക്കെ പറയാൻ നേരത്ത് ഇവിടെ ദൈവത്തിനെ കുത്താൻ കത്തിയുമായി ഓടിച്ചിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ആ വിദ്യാർത്ഥികൾ ഈ ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിൽ ഈ ചിക്കൻ കുറഞ്ഞു പോയത് ചോദ്യം ചെയ്തതിനാണ് ജോഷോ എന്ന് പറയുന്ന മാനേജർ ആ കുട്ടികളെ കുത്താനായിട്ട് ഓടിച്ചിട്ടത്. എന്തായാലും പിന്നീട് ആ വിദ്യാർത്ഥികൾ അവരുടെ സഹോദരങ്ങളെ നടപടി ആയിട്ടുണ്ട്. പോലീസ് ഇയാൾക്കെതിരെ നടപടി കേസ് എടുത്തിട്ടുണ്ട്.